ഇനി അടുത്ത ചോദ്യം നോക്കാം. തുക 4 ഗുണനഫലം 2 രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കുക. രണ്ട് സംഖ്യകളുണ്ട്, അവ കൂട്ടിയാൽ 4 കിട്ടണം, ഗുണിച്ചാൽ 2 കിട്ടണം. മനക്കണക്കായി ചെയ്യാൻ കഴിയുന്നുണ്ട് നോക്കാം. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സംഖ്യകളുടെ തുക 4 കൂട്ടിയ 4. സംഖ്യകളുടെ തുക 4. അപ്പൊ 2 സംഖ്യ കൂട്ടിയാൽ 4. അപ്പൊ സംഖ്യ അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സംഖ്യ സമം എക്സ് എന്നെടുത്തു. അപ്പൊ ഒരു സംഖ്യ എക്സ് എടുത്തു, മറ്റേ സംഖ്യ എന്തായിരിക്കും? 4 മൈനസ് എക്സ്. അപ്പൊ ഒരു സംഖ്യ എക്സും മറ്റേ സംഖ്യ 4 മൈനസ് എക്സും. ഇങ്ങനെ ചില ആൾ ഇങ്ങനെ എഴുതും, സംഖ്യ ഇങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ സോഫ്റ്റ്വെയറിലെ ലിപിയുടെ പ്രശ്നമാണിത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയല്ല ഇതുണ്ട്. സംഖ്യ എഴുതാൻ അറിയാലോ, കാന്നിട്ടിട്ട് ഒരു ചിഹ്നമുണ്ട്, ആ ചിഹ്നം അവിടെ ഉണ്ട് കേട്ടാ. ഇത് ഇതുപോലെ എഴുതണം, സംഖ്യ. ഒരാൾ ഇങ്ങനെ കേൾക്കാതെ ഇങ്ങനെ തന്നെ എഴുതാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോ സംഖ്യ എക്സ്, മറ്റേ സംഖ്യ എന്തായിരിക്കും? 4 മൈനസ് എക്സ്. ഇനി ഈ രണ്ട് സംഖ്യകളും തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം 2. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് സമം 2. എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് സമം 2 അല്ലെ? അടുത്ത സ്റ്റെപ്പ് എന്താ? എക്സ് ഇൻറ്റു 4 പറ, 4x, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ എങ്ങനെ എഴുതാം? 4x മൈനസ് എക്സ് സ്ക്വയർ സമം 2. 4x മൈനസ് എക്സ് സ്ക്വയർ സമം 2. 4x മൈനസ് എക്സ് സ്ക്വയർ സമം 2. ഇതാണ് രണ്ടാകൃതി സമവാക്യം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സമവാക്യത്തിന് പരിഹാരം കാണുന്നു. പരിഹാരം കാണുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഏത് വർഗത്തികവിലൂടെയാണ് ചെയ്യുന്നത്. വർഗത്തികവിലൂടെ ചെയ്യുമ്പോൾ ആദ്യം എന്ത് എഴുതും? എക്സ് സ്ക്വയർ എന്നുള്ള പദം എഴുതണം, പിന്നെ എക്സ് എന്നുള്ള പദം എഴുതണം. പക്ഷെ ഇവിടെ എക്സ് സ്ക്വയർ രണ്ടാമതാണുള്ളത്, മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഒന്ന് തിരിച്ചെഴുതി നോക്കാം. അപ്പൊ എന്തായി മാറി? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x സമം 2. ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x സമം 2. ഇനി വർഗത്തികവിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ അല്ല വേണ്ടത്, എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. വർഗത്തികവിലൂടെയാണല്ലോ ഇപ്പോ നമ്മൾ പരിഹാരം കാണുന്നത്. അപ്പൊ ആദ്യം എന്തുണ്ടാവേണ്ടത്? എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇത് മാറ്റണം. നമ്മൾ സമവാക്യത്തെ ഒന്ന് മാറ്റി എഴുതി നോക്കാം. മൈനസ് മാറ്റണം അല്ലെ? നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. മൈനസ് മാറ്റണം എന്ത് ചെയ്യണം? എല്ലാ പദങ്ങളെയും നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ വലതുഭാഗം ഗുണിക്കാൻ മറക്കാൻ പാടില്ല, എല്ലാ പദങ്ങളെയും ഗുണിക്കണം. അപ്പൊ എന്തായി മാറി? എക്സ് സ്ക്വയർ മൈനസ് 4x സമം -2 എന്നായി മാറും. എക്സ് സ്ക്വയർ മൈനസ് 4x സമം -2 എന്നായി മാറും. ശരിയല്ലേ? ഇനി നമ്മൾ ഇപ്പൊ ഈ സമവാക്യത്തിന് രൂപമായി കെട്ടി നമ്മൾ നേരത്തെ പഠിച്ച രൂപത്തിലേക്ക് വന്നു. ഇനി ഇതിനെ വർഗത്തികവിലേക്കാക്കി മാറ്റണം. വർഗത്തികവാക്കുമ്പോൾ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ എന്നുള്ള പദം, എക്സ് ഉള്ള പദം, അടുത്ത പദം എന്തായിരിക്കണം? എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗം. അപ്പോ എക്സിന്റെ ഗുണകം ഇവിടെ 4 4ന്റെ പകുതി 2. അപ്പൊ 2 സ്ക്വയർ ആണ് ഈ സമവാക്യത്തിന്റെ രണ്ട് ഭാഗത്തും കൂട്ടുന്നത്. അപ്പൊ 2 സ്ക്വയർ ഒന്ന് കൂട്ടി നോക്കാം. അങ്ങനെ കൂട്ടുമ്പോ ഇടത് ഭാഗം എന്തായി മാറി? ഇതൊരു വർഗം തികഞ്ഞൂടാ അല്ലെ? ഏതിന്റെ വർഗമാണിത്? എക്സ് മൈനസ് 2ന്റെ വർഗമാണ് ഇത്. വലതു ഭാഗത്താണെങ്കിലോ -2 പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ 4. -2ഉം 4ഉം കൂട്ടണം. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വ്യത്യാസം കണ്ടാൽ മതി. അപ്പൊ 4ന്ന് 2 കുറച്ചാൽ മതി. അപ്പൊ 2 ഉത്തരം കിട്ടും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ സമം 2. ഞാനിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഭാഗത്ത് എഴുതുന്നത്. നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതരുത്. നിങ്ങൾ താഴെ ഇങ്ങനെ എഴുതി പോണം കേട്ടല്ലോ. ചില ഞാൻ എഴുതിയ പോലെ തന്നെ എഴുതും. ഇവിടെ എഴുതരുത്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. താഴെ എഴുതുക. അപ്പൊ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ സമം 2 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പൊ എക്സ് മൈനസ് 2ന്റെ വർഗമാണ് 2. അപ്പൊ എക്സ് മൈനസ് 2 എന്താ? അവിടെ നമ്മൾ വർഗമൂലം കണ്ടുപിടിക്കുമ്പോൾ 2 ഉത്തരം പരിഗണിക്കെന്ന് പറഞ്ഞു. അപ്പൊ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതണം. എക്സ് മൈനസ് 2 സമം പ്ലസ് ഓർ മൈനസ് √2. അപ്പൊ ഇവിടെ പ്രശ്നം വന്നു, √2 എത്ര? ഏത് സംഖ്യയുടെ വർഗമാണ് 2? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഓർമ്മയുണ്ടല്ലോ, √2 എന്നത് ഒരു അഭിന്നക സംഖ്യയാണ്. അപ്പൊ അതിന്റെ വർഗമൂലം ഒരു NL സംഖ്യയായി എഴുതാൻ കഴിയില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള സംഖ്യകൾ വന്നാൽ ഇങ്ങനെ √2 തന്നെ എഴുതി വെച്ചാൽ മതി. √2, √3, √5, √10 ഒക്കെ വന്നാൽ അതുപോലെ തന്നെ എഴുതി വെക്കാം. മനസ്സിലായല്ലോ? അതൊക്കെ അഭിന്നക സംഖ്യകളാണ്.
അതിന്റെ റൂട്ട് വർഗമൂലം എന്നത് നമുക്ക് ഭിന്നകമായി എഴുതാൻ കഴിയില്ല. ഇനി അടുത്ത ഘട്ടത്തിൽ രണ്ടായി പിരിച്ചു എഴുതണം. അപ്പൊ എങ്ങനെ രണ്ടായി പിരിച്ചു എഴുതുമ്പോൾ എക്സ് മൈനസ് 2 സമം റൂട്ട് 2 എന്നും എക്സ് മൈനസ് 2 സമം മൈനസ് റൂട്ട് 2 എന്നും എഴുതി. ഇനിയോ ഈ മൈനസ് 2 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറി പ്ലസ് 2 ആവും. അപ്പൊ എക്സ് സമം എന്തായി മാറി 2 പ്ലസ് റൂട്ട് 2 ആവും. ഇതിങ്ങോട്ട് പോകുമ്പോ 2 പ്ലസ് റൂട്ട് 2, ഈ 2 ഇങ്ങോട്ട് പോകുമ്പോ 2 മൈനസ് റൂട്ട് 2. അപ്പൊ എക്സ് സമം 2 പ്ലസ് റൂട്ട് 2 എന്നും എക്സ് സമം 2 മൈനസ് റൂട്ട് 2 എന്നായി മാറി. മനസ്സിലായല്ലോ? ഇനി ഒരു സംഖ്യ നമ്മൾ എന്തായിട്ട് എടുക്കുക, എക്സ് 2 പ്ലസ് റൂട്ട് 2 എടുക്കുക. അപ്പൊ മറ്റേ സംഖ്യ എന്താ 4 കുറക്കണം 2 പ്ലസ് റൂട്ട് 2. അപ്പൊ 4ന്ന് 2 പ്ലസ് റൂട്ട് 2 കുറച്ചാൽ എന്താ 2 മൈനസ് റൂട്ട് 2 ആവും. അല്ലെങ്കിൽ 4ന്ന് 2 മൈനസ് റൂട്ട് 2 കുറച്ചാലോ 2 പ്ലസ് റൂട്ട് 2 ആവും. അപ്പൊ ഒന്ന് 2 പ്ലസ് റൂട്ട് 2 ആണെങ്കിൽ മറ്റേത് 2 മൈനസ് റൂട്ട് 2 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ സംഖ്യകൾ ഇവിടെ 2 പ്ലസ് റൂട്ട് 2ഉം 2 മൈനസ് റൂട്ട് 2 ആണ് സംഖ്യകൾ. 2 പ്ലസ് റൂട്ട് 2, 2 മൈനസ് റൂട്ട് 2. അതായത് ഈ രണ്ട് സംഖ്യ കൂട്ടുമ്പോഴാണ് 4ഉം ഗുണിച്ചാൽ 2ഉം കിട്ടുക. ഇത് അഭിന്നക സംഖ്യ ആയതുകൊണ്ട് നമുക്ക് മനക്കണക്കാര് പറയാൻ കഴിയുന്നില്ല. വേണം നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് കൂട്ടിയാലും ഗുണിച്ചാലും കിട്ടുന്നോട് നോക്കാം. ഒന്ന് ചെയ്തു നോക്കാം. കൂട്ടിയാൽ എന്താ കിട്ടും? തുക 2 പ്ലസ് റൂട്ട് 2ഉം 2 മൈനസ് റൂട്ട് 2ഉം കൂട്ടിയാൽ 2ഉം 2ഉം 4, പ്ലസ് റൂട്ട് 2ഉം മൈനസ് റൂട്ട് 2ഉം കൂട്ടുമ്പോൾ 0 ആയി മാറി. ഇപ്പൊ 4 കിട്ടുന്നുണ്ട്. ഇനി ഗുണിച്ചാലോ 2 പ്ലസ് റൂട്ട് 2 ഇൻറ്റു 2 മൈനസ് റൂട്ട് 2. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രൂപമാണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 2 സ്ക്വയർ 4, റൂട്ട് 2ന്റെ സ്ക്വയർ 2. അപ്പൊ 4ന്ന് 2 കുറച്ചാൽ 2. അപ്പൊ ഉത്തരം ശരിയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ കണക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക.